ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡ് വന്നിട്ടുള്ള ആദ്യ ദിവസമാണ്, ഡേ 1 ആണ്. ഇതിന് മുമ്പത്തെ നമ്മുടെ സ്കോട്ട്ലൻഡ് ജേർണി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഞാൻ ഐ കാർഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എൻ്റെ ചേച്ചിമാരെ കാണാനായിട്ട് സ്കോട്ട്ലൻഡിൽ എത്തിയതായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ നല്ല പുട്ടും കടലക്കറിയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. എന്തുവാ ചെയ്യുന്നത് പറ. ചട്ടി പിടിക്കുന്നു. എന്നാ ചട്ടിയാന്ന് കൂടെ പറ അല്ലേ. ഇറച്ചട്ടി. ഇന്നലെ ചിക്കൻ കറിയുടെ അല്ലെ പാത്രം ഇനി കഴുകാൻ വെച്ചിരുന്ന ഞങ്ങള് എല്ലാരും ചെയ്യുന്നു. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു പോയി മൂട് പോയി ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരമായിട്ട് ഇൻട്രോ എടുക്കാൻ നോക്കുക, അപ്പം പറ്റുന്നില്ല. അപ്പം ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓ മൈ ഗോഡ്, അവൻ എന്നോടുള്ള ദേഷ്യം കാറിനോട് നിർത്തുക. അപ്പം നമ്മൾ സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ ഡേ 1 ആണോ ഡേ 2 ആണോ? അത് ഡേ 1 ആണ്. നമ്മളിന്ന് എവിടെയാണ് പോകുന്നത് എനിക്കറിയത്തില്ല. ചേച്ചിയോട് ചോദിക്കണം, ചേച്ചി പറഞ്ഞാലും മാത്രമേ അറിയത്തുള്ളൂ. കാര്യം ചേച്ചിയുടെ പ്ലാനിങ്ങിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം പോകുന്നത്. നമ്മളെവിടെ പോകുന്നത് ചേച്ചി? ഐലഫ്സ്കൈ. ചേച്ചി ഭയങ്കര പ്രോ റൈഡർ പ്ലസ് പ്ലാനറായി. ഇപ്പം കല്ലടിച്ചാണ്. കാർത്തി ഹായ് പറയും. Karthi, are you excited? അത് സത്യം. എന്താ കാണാൻ പോകുന്നത് എനിക്കറിയത്തില്ല, എവിടാ പോകുന്നതാണ്. അതെ, അപ്പൊ നമുക്ക് പോയിട്ട് ചെന്നിട്ട് കാണാം, എവിടെയൊക്കെ ചെല്ലും. UK വന്നിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ട്രിപ്പിൽ പല കാര്യങ്ങൾ ജീവിതത്തിൽ റിയലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. ആക്ച്വലി നമ്മൾ ഫാമിലി ഒക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നമുക്ക് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പം നമ്മുടെ കുറേയൊക്കെ വിഷമങ്ങളും നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി എല്ലാം മാറി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരികയും നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. എൻ്റെ വർക്ക് പ്രഷർ കൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പ്രശസ്ത ബ്ലോഗർ എവിടെ കാണില്ല, വളർന്നു വരുന്ന വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുൾ ബ്ലോഗിങ്ങാ എന്നെ തള്ളിയിടുമ്പോ. നീ നന്നാവാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ബോയുടെ മൈക്ക് വാങ്ങിച്ചില്ല. ഡിജിന്ന് ഞാൻ പറഞ്ഞില്ല, അതിനുള്ള ഇതില്ല. ബോയുടെ മൈക്ക് 2 വാങ്ങുന്നുണ്ട്. 1 ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടി കൊണ്ടുപോകും. നീ നിനക്ക് ചാർജ് ചെയ്യാൻ പറയണം, ഞാൻ കൊണ്ടുതരാൻ പെട്ടി. നീയല്ലേ ഒരു 2 വർഷം മുമ്പുള്ള എന്റെ ഫോട്ടോ പോലെ എഡിറ്റ് ചെയ്തത് ഇത്ര നാളായിട്ട് തരാത്ത നീ ഇനി ബൈക്കിന്റെ ചാർജർ. അതിന് പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ചാരിയാണെന്നുണ്ടെങ്കിൽ അവള് വേണമെന്നുള്ള പ്രത്യേകം അയച്ചു തന്നു. അതപ്പോ ഞാൻ അത് മാത്രം എടുത്ത് ഫോട്ടോ എഡിറ്റ് ചെയ്ത് അയച്ചു. പണ്ടൊന്നും ഇങ്ങനെ തരാൻ കാർത്തി, നീ ഫോട്ടോ ഒക്കെ എടുത്ത പിങ്കി എന്നാ നീ ഫോട്ടോ ഇടുന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ കാർത്തിനൊന്നുമില്ല ഇപ്പത്തെ കാർത്തി. അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? എല്ലാവർക്കും പറയാം, എല്ലാവർക്കും ഈ അഭിപ്രായം തന്നെ. എന്റെ അഭിപ്രായത്തെ എല്ലാരും യോജിക്കും. അവരല്ലേ തന്നെ ഒന്നൊരു അയ്യോ ഇവനെ പോലെ ഒരുത്തൻ കഴിഞ്ഞ ദിവസം ഇവന് വേണ്ടി അടിയായിരുന്നു. ഒരു അഭിപ്രായമില്ല, സംസാരിക്കുന്ന സമയത്ത് ഒന്നും സംസാരിക്കത്തില്ല, ഇങ്ങനെ നിൽക്കും. അതെ അതെ ശരി ശരി അല്ലാത്തപ്പോ ചുമ്മാ വർത്താനവാ. കണ്ടോ അപ്പൊ വണ്ടിയെ കുറിച്ച് എനിക്ക് എന്താ എന്തായാലും പറ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഞാൻ പണ്ട് ഓട്ടോമാറ്റിക്. അപ്പൊ എന്തായാലും മൈക്ക് മേടിച്ചു തരും, വ്ലോഗ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഇപ്പൊ എനിക്ക് തെളിവുണ്ട്. കൊറേ പേരൊക്കെ കാണുകയും ചെയ്തു. ഒരു ചാനലിന് വേണ്ടി ഒരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക. സ്റ്റേജ് സജസ്റ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി സെലക്ട് പേരിന് ഒരു ഗിവ് അവേ വേണ്ട, 20 pounds ഒരു ഗിഫ്റ്റ് വൗച്ചർ ഇടുന്നതായിരിക്കും. ആമസോണിന്റെ ഗിഫ്റ്റ് വൗച്ചർ 20 pounds. മേക്ക് ഷുവർ എക്സ്പയറി കഴിഞ്ഞതാണോ? ഞാൻ നേരെ വാങ്ങി ഇതിന്റെ ആമസോണിന്റെ വൗച്ചർ 20 pounds. നാട്ടില് റെഡീം ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല. നാട്ടിലാകുമ്പോഴേക്കും നാട്ടിൽ കൊടുക്കണം.
നാട്ടിലെ സെറ്റ് ആക്കി തരാം. നാട്ടിലെ 2000 രൂപ. പിന്നല്ല അത്രേ ഉള്ളൂ. ഇത്രയും ഒരു തുടങ്ങുന്നതിന് ഇത്രയും വലിയൊരു ഓഫർ അവിടെ കിട്ടും. അതെ, ഓഫറിന്റെ അല്ല, നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങള് സെറ്റ് ആവാൻ വേറെ ആള് സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മള് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണല്ലോ ആ ഒരു മെന്റാലിറ്റി. അത് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് വളരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും മാറും. ഇതേപോലെ ഗിവ് അവേയും ഇതൊക്കെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചുമ്മാ തള്ളി വിടുകയെന്ന് വിചാരിക്കും. ചെയ്തിട്ട് പറയട്ടെ. നിർത്തണോ? ആ ഇതിപ്പോ വേണ്ട, ഡ്രൈവിംഗിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്റെ സ്വന്തം ചേച്ചി. ഹൈക്കിങ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഹൈക്കിങ് ഒന്നുമില്ല, ഇത് മറ്റേ പണ്ട് കണ്ടത്തിൽ കൂടെ പോകുന്ന പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. പുറകിലൊരു വ്ളോഗർ, ഫ്രണ്ടിലൊരു വ്ളോഗർ. ആ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, വെള്ളമുണ്ട്, ഉണ്ട് വെള്ളമുണ്ട്, ചെള്ള നിറയ്ക്കുന്നുണ്ട്. പണ്ട് സ്പോർട്സ് ഞാൻ ലോങ് ജമ്പ് ആയിട്ട് ഫസ്റ്റ് മേടിച്ചോളാം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഇത്രയും പേര് അവിടെ വന്നിട്ട് അവിടെ എത്ര ആൾക്കാർ നിൽക്കുന്നേ, അവരാരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടോ റിഫ്ലക്ഷൻ പുറകെ കണ്ടോ നിങ്ങള്? ഒന്നും കാണുന്നില്ല ആരും, ഞാൻ വീഡിയോ എടുക്കുക. പുറയിലെ റിഫ്ലക്ഷൻ കണ്ടോ? വെള്ളം, മല, മല അല്ല മല, വെള്ളം. എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അച്ചാച്ചൻ തന്നെയാ, പിന്നെ കുഴപ്പമില്ല. കണ്ടോ അനങ്ങാ കിടക്കുന്ന വെള്ളം, അതിന് എങ്ങനെയാ കാർത്തിനെ പറഞ്ഞ അനങ്ങാ കിടക്കുന്ന വെള്ളം, സ്റ്റിൽ വാട്ടർ. ആ ഇതിനായിരിക്കും സ്റ്റിൽ വാട്ടർ. നിശ്ചൽ ഫോട്ടോഗ്രാഫി. ഒരാൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു, ഒരാള് ആണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ചേച്ചിയാണ് ഇവിടെ അങ്ങ് ഭർത്താവിനെ പുതിയ സ്ഥലങ്ങൾ കാണിക്കുന്നു. മേല സ്കോട്ട്ലൻഡിൽ വന്നിട്ട് നമ്മള് പുതിയ സ്ഥലം. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഫോട്ടോഗ്രാഫി? സ്ഥലം അടിപൊളി, രക്ഷയില്ല. പച്ചാപോ ഹരിതവോ മൂഷ്മുളതയോ എന്ന് പറയുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്ര ഇല്ലെന്നുണ്ടെങ്കിലും പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ട്. തണുപ്പ് കാര്യങ്ങൾ, നല്ല ക്ലൈമറ്റ്, നമ്മളെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. തണുപ്പുണ്ട്, എന്നാല് വെയിലുണ്ടെങ്കിലും തണുപ്പ് ചെറിയ രീതിയിലുണ്ടല്ലേ. ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ഭയങ്കര നല്ല വ്യൂ കേട്ടോ. ഈയുടെ മോനെ, ഞാനാകെ പോയിട്ടുള്ളത് അവിടെ നമ്മുടെ എവിടെ തെന്മല ഡാമിലെടുത്ത, അത് വെച്ച് നോക്കുമ്പോഴേക്കും തന്നെ ആ ഒരു റിസംബ്ലൻസ് കിട്ടുന്നുണ്ട്. അതില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മള് കുന്നുകയറാൻ പോയിരുന്നു. ഇവിടെ ഇല്ലാത്ത കുന്നാണോ വെയിൽസിലുള്ളത്? എത്ര കുന്ന് ഞാൻ കാണിച്ചു തരാം. UK മല്ലു ഹൈക്കേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്താലും ആലോചിക്കുന്നുണ്ട്. അതെ അതെ അതെ, നല്ലതാ. എന്തിനാടാ? അവരോട് ഹൈക്കിങ്ങിന്. അതെ അതെ, വിളിക്കുമ്പോ പറയും ഇല്ലടാ എനിക്കിന്ന് ഷിഫ്റ്റ് ഉണ്ട്, ശനി ഞായറും ഞാൻ ഫ്രീയാ. ശനി ഞായർ ഞങ്ങള് പോകുന്നില്ലെങ്കിലോ? ഞാൻ ഫ്രീ അല്ല, അതെ ഞാൻ വീക്ക് ഡേയ്സ് മാത്രമേ ഫ്രീ ഉള്ളൂ. അവരെല്ലാരും വീക്ക് ഡേയ്സിലാണ് പോണത്. അവരിവന് വേണ്ടിട്ട് സ്കെഡ്യൂൾ മാറ്റണം. മാറ്റിക്കും ഞാൻ. നിങ്ങൾ ഇങ്ങോട്ട് ഹൈക്കിങ്ങിന്. അതെ, ഇവിടെ അല്ലേ ഹൈക്കിങ് ഇരിക്കുന്നേ. ഞാനോ എവിടെ പോയാലും ഗ്രെക്സ് മിസ് ചെയ്യുന്നില്ലേ? നമ്മുടെ അളിയനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇന്നലെ നമ്മൾ കഴിച്ചിട്ട് വന്നുകൊണ്ടാണ് വലിയ ഗ്രെക്സിലെ പിസയാണ് പിസ.
പാടുവാ. എല്ലാരും പാട്ടുകാരാണ്, മൊത്തത്തിൽ പാട്ടുകാരാണ്. ഓ ചേട്ടന്റെ വണ്ടി ഒന്ന് എടുത്ത് മാറ്റി ചേട്ടാ, എത്ര നേരമായി ഈ ചേട്ടൻ കാരണം ഒരു വേൾഡ് മാപ്പ് അതിന്റെ സ്കോട്ട്ലൻഡ് എവിടെയെങ്കിലും കാണും. അതാ ചേട്ടൻ അങ്ങനെ. ഇതാണ് സ്കോട്ട്ലൻഡിലെ ബസ്സുകൾ. ബസ് കളില്ല. ആ നീല കളറാ. നമുക്ക് ഇത് ചുമലല്ലേ? ചലമയല്ല, ചുമല. ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ്. എന്നാ ചെയ്യണ്ടേ ഇവിടുന്ന്? നമുക്കറിയത്തില്ല. ചേച്ചിക്ക് അറിയത്തില്ലേ? ചേച്ചിയല്ലേ പറയുന്നത് ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട, എനിക്ക് വഴി അറിയാന്ന്. നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഇങ്ങനെ നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണോ? എവിടെയോ മല, കുന്ന്, വെള്ളം, ഇത് പള്ളിയാണ്. കാണാൻ വേണ്ടി അവരിവിടെ ജംഗ്ഷൻ. ഞാൻ എന്താ ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഞാൻ എന്താ ഞാൻ ഈ കാണിക്കുന്നത്? അത് വൺ വേ. അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അയാൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അയാൾക്ക് ഫൈൻ അടിക്കട്ടെ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് തെറ്റിയതാ. അപ്പം അപ്പൊ അത് ബസ് സ്റ്റാൻഡ് അമ്മനെ എനിക്കതിനെ പോകാൻ പറ്റൂ. ഷോപ്പിക്കല്ലേ ഉള്ളൂ. പോട്ട് പോട്ട് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് വഴിയുണ്ട്. ഓ ശരി. നമ്മള് വഴി ചെറുതായിട്ടൊന്ന് തെറ്റി ഗൈസ്. അങ്ങോട്ട് വഴിയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഗീവേ കാണിക്കുന്നില്ല. അല്ല അത് പോലീസ് കുഴപ്പമുണ്ട്. എന്തായാലും ഇപ്പൊ പിടിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ പിടിച്ചോളും. ഒറ്റടി കടിച്ചില്ല. വണ്ടി മാത്രം എല്ലാം പറയാട്ടെ. ഇപ്പൊ പറഞ്ഞോ, ഞങ്ങളെ വീട്ടിൽ ചെന്നിട്ടല്ലേ ചേച്ചി കത്തൊന്നും വയ്ക്കണ്ട. കത്തയച്ച് ഞങ്ങളെ അപമാനിക്കരുതേ. ഇവരെവിടെയാ ഉള്ളത്? കോക്ടെയിൽ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നി തപ്പി നടക്കുന്ന സീനാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്. കാർത്തിക്ക് ഇവിടെ വന്നിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. സ്കോട്ടിഷിന്റെ ആണോ? അല്ലെ, സ്കോട്ടിഷ് ആണോ ഫേമസ് ഫുഡ്? അല്ല, നമ്മുടെ അബുവിനോട് കഴിക്കാൻ പറ്റുന്ന സാധനം നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാ? അതുകൊണ്ട് മാത്രമാണ്. നിനക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സ്കോട്ട്ലൻഡ് വരുമ്പോഴേക്കും സ്കോട്ടിഷ് വൈനും സ്കോച്ചും പിന്നെ കുറച്ച് ചിപ്സും. അങ്ങനെ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ തപ്പി നടന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടാതെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാനും ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട.